ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം, പാർട്ടീഷൻ ഹൊറർ ഡേ അതായി ആചരിക്കണമെന്ന് ഗവർണർ സർക്കുലർ അയച്ചിരിക്കുന്നു. വിവാദ സർക്കുലർ വിമർശനം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇതിനെതിരെ രംഗത്ത് വന്നു. ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കാനുള്ള അധികാരം ഗവർണർക്കില്ലെന്നാണ് മന്ത്രിയുടെ സ്റ്റാൻഡ്. സംസ്ഥാനത്ത് സമാന്തര ഭരണ സംവിധാനം ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നതെന്നും വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഒരു ദിനം നമ്മൾ ആദ്യമായിട്ട് നോക്കുക. സമാന്തര ഭരണ സംവിധാനം എന്നുള്ള നിലയിൽ ഗവർണർ ദിനം ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏത് അധികാരം ഉപയോഗിച്ചാണ് അങ്ങനെ ഒരു ദിനം ആചരിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തതെന്ന് സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു അധികാരമൊന്നും അദ്ദേഹത്തിനില്ല. CBSE ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പൺ എക്സാം കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മാസം 14-ാം തീയതി വിഭജന ഭീതി ദിനമായി ആചരിച്ച് പരിപാടികൾ സംഘടിപ്പിക്കണമെന്നാണ് വൈസ് ചാൻസലേഴ്സിന് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, മന്ത്രി ശിവൻകുട്ടി എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഇദ്ദേഹത്തിന് ഇങ്ങനെ അധികാരം തന്നെ ഇല്ല, ഒരു സമാന്തര ഭരണം ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. വിവരങ്ങൾ ഈ മാസം 14 വിഭജന ഭീതി ദിനമായി ആചരിക്കുന്നതിന് വേണ്ടിയാണ് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സർവകലാശാല VC-മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ സർക്കുലർ ഇതിനകം തന്നെ വിവാദമായിട്ടുണ്ട്. അത്തരം അസാധാരണമായ സർക്കുലർ എന്ന രീതിയിൽ വിലയിരുത്തപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ദിനം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഒരു സമാന്തര ഭരണ സംവിധാനമായി ഗവർണർ മാറുകയാണ്. ഏത് അധികാരത്തിന്റെ പേരിലാണ് ഗവർണർ ഇത്തരം ഒരു ഉത്തരവ് പുറത്തിറക്കിയത്? അങ്ങനെ ഒരു അധികാരവും ഗവർണർക്കില്ല എന്ന വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടി ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ മറ്റ് പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരികയും ചെയ്യുന്നുണ്ട്. ഇത് നേരത്തെയും നമുക്കറിയാം, ഗവർണർക്കെതിരെ സർക്കാർ മന്ത്രിമാർ ഉൾപ്പെടെ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങൾ, ഈ സംഘപരിവാർ വൽക്കരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും നമുക്കറിയാം. അതിന്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ സർക്കുലർ പുറത്തിറക്കിയതിനു ശേഷവും അത്തരം ഒരു അധികാരം ഗവർണർക്കില്ല, ഈ സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ പോലും മറികടന്നുകൊണ്ടുള്ള ഇത്തരം സർക്കുലറുകളെ അംഗീകരിക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കും ഈ വിഷയത്തിൽ സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.